നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്ത സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന 1.63 കോടി രൂപയുടെ പുതിയ മണ്ണ് ജല സംരക്ഷണ പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ജനങ്ങളും പദ്ധതി ഏറ്റെടുത്താൽ പദ്ധതിയുടെ നേട്ടം 4 ഇരട്ടിയാക്കി അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല മണ്ഡലത്തിൽ നമ്മൾ നടത്തിയ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് സംരക്ഷണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൃഷിയിൽ വലിയ പുരോഗതി കൈവരിച്ചതുകൊണ്ടാണ് കൂടുതൽ ഫണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇന്ന് തന്നെ രാവിലെ നമ്മൾ ആത്മയുടെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിന് പാലക്കാട് ജില്ലയ്ക്ക് നെൽകൃഷിക്ക് അനുവദിച്ച 10 ലക്ഷം നെൽകൃഷിക്ക് അനുവദിച്ച 10 ലക്ഷം രൂപ പൂർണ്ണമായും കിട്ടിയത് തൃത്താല മണ്ഡലത്തിലേക്കാണ്. ജില്ലയ്ക്ക് അനുവദിച്ച മുഴുവൻ പൈസയും ഇവിടേക്കാണ് കിട്ടിയത്. കാരണം ഇവിടേക്ക് പണം അനുവദിച്ചാൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കും, കാര്യം നടക്കും എന്നുറപ്പുണ്ട്. ചെലവഴിക്കപ്പെടാതെ കിടക്കില്ല എന്നതുകൊണ്ടാണ്. മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പിന് 2025-26 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 1.63 കോടി രൂപയുടെ 5 ചെറുനീർത്തട പദ്ധതികൾക്കാണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത്. തൃത്താല ഗ്രാമപഞ്ചായത്തിൽ ഉള്ളന്നൂർ നീർത്തടത്തിലെ കണ്ണന്നൂർ തോട് നവീകരണം, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി നീർത്തടത്തിലെ ചേരാഞ്ചിറ തോട് നവീകരണം, ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി 2 നീർത്തടത്തിലെ പാലക്കൽ തോട് നവീകരണം, കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കുമരനെല്ലൂർ നീർത്തടത്തിലെ പൂണൂൽക്കുളം നവീകരണം, പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കാരമ്പത്തൂർ നീർത്തടത്തിലെ ആർത്തിക്കുളം നവീകരണം എന്നീ പദ്ധതികൾക്കാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയതായി അനുമതി ലഭിച്ചിട്ടുള്ളത്. 2023-24 സാമ്പത്തിക വർഷം മുതൽ അനുവദിച്ച പ്രത്യേക ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ച് മണ്ഡലത്തിൽ 8 ചെറുനീർത്തടങ്ങളിലായി 1.88 കോടി രൂപ ചെലവഴിച്ച് മണ്ണുജല ജൈവസമ്പത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത്. തൃത്താല KMK ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.K. ജയ അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V.P. റെജീന, കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K.P. ശ്രീനിവാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം V.P. ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A. കൃഷ്ണകുമാർ, ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ A. വിശ്വനാഥൻ, നവകേരളം ജില്ലാ കോർഡിനേറ്റർ P. സൈദലവി, ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓവർസിയർ C.V. നരേന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 28-ന് മന്ത്രി P. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പട്ടാമ്പി വല്ലപ്പുഴ പാതയുടെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വല്ലപ്പുഴയിലാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള റെയിൽവേ ഗേറ്റ് പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലൂടെയുള്ള യാത്രയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മേൽപ്പാല നിർമ്മാണവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വന്നത്. വല്ലപ്പുഴ മേൽപ്പാലം ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മാണം ULCC ആണ്. റെയിൽവേയുടെ മുകളിലുള്ള ആ ഭാഗം മാത്രം റെയിൽവേ നേരിട്ട് ചെയ്യും. ബാക്കി മുഴുവൻ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എടുക്കുന്നത്. സമയബന്ധിതമായി ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ മിടുക്ക് കാണിക്കുന്നവരാണ്. ഒപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ഭംഗിയായി വല്ലപ്പുഴ ടൗണിൽ ഏറ്റവും ആശങ്ക ഉണ്ടായിരുന്നത് സ്ഥലം ഏറ്റെടുക്കാൻ പ്രശ്നമാകുമോ എന്നാണ്. എന്നാൽ ഭംഗിയായി സ്ഥലം ഏറ്റെടുത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. നിർമ്മാണത്തിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്തായിരുന്നാലും നമ്മൾ നേരത്തെ തന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. റോഡുകൾ ഒരു സൗകര്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റ് പൈലിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പൊ ആ കാര്യം ആലോചിച്ച് ആ തരത്തിലാണ് നടത്തുക. അന്വേഷണ മികവിൽ വീണ്ടും ഒരു പൊൻതൂവൽ. കാഞ്ഞിരത്താണി കോഴിക്കരയിൽ 3 കടകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി ചാലിശ്ശേരി പോലീസ്. കൊൽക്കത്ത സ്വദേശി അബു റൈഹാനാണ് മണിക്കൂറുകൾക്കകം പിടിയിലായത്. കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കോഴിക്കര പ്രദേശത്തെ 3 കടകളിൽ കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. സംഭവത്തിലെ പ്രതിയായ അബു റൈഹാനെ പണവും മോഷണ മുതലുകളുമായി കൊൽക്കത്തയിലേക്ക് കടക്കുന്നതിനിടെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. ഞൊടിയിടയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ചാലിശ്ശേരി പോലീസ് സംഘത്തിന്റെ അന്വേഷണ മികവും
പഴുതടച്ച അന്വേഷണവുമാണ് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് 3 കടകളിൽ മോഷണം നടന്നത്. പ്രദേശത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ 57,000 രൂപയുടെ വസ്തുവകകളാണ് മോഷ്ടാവ് കവർന്നത്. സമീപത്തെ പലചരക്ക് കടയിൽ നിന്നും 10,000 രൂപയുടെ സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടിച്ചു. സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ തകർത്താണ് അബൂ റൈഹാൻ അകത്തുകയറിയത്. സമീപത്തെ ഹോട്ടലിൽ സൂക്ഷിച്ച പണവും ഇയാൾ കവർന്നിരുന്നു. പിടികൂടിയ പ്രതിയിൽ നിന്നും പണവും കടകളിൽ നിന്നും മോഷ്ടിച്ച സിഗരറ്റ് പാക്കറ്റുകളും വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളുമെല്ലാം പോലീസ് കണ്ടെടുത്തു. ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലാൽ, ജ്യോതിപ്രകാശ്, ക്രൈം സ്ക്വാഡ് ASI അബ്ദുൾ റഷീദ്, സീനിയർ CPOമാരായ നൌഷാദ് ഖാൻ, രഞ്ജിത്ത്, ഷൈജു, ജയൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. റെയിൽവേ പോലീസും പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തെ സഹായിച്ചു. ചാലിശ്ശേരി ഖദീജ മൻസിൽ ഇമ്പിച്ചി ബാവ റോഡ് നാടിന് സമർപ്പിച്ചു. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വാർഡ് മെമ്പർ VS ശിവാസ് സ്വാഗതവും PK പ്രമേഷ് നന്ദിയും പറഞ്ഞു. ജൽജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ച റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മുടവന്നൂർ, പിറപ്പ്, മാട്ടായ, വട്ടോളി ലിങ്ക് റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തത് ചോദ്യം ചെയ്ത് ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് TM നഹാസ് നൽകിയ റിട്ട് ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ്. വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് ഏകോപിപ്പിക്കുന്ന തൃത്താല പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതി കരാറുകാരനും യഥാസമയം പ്രവൃത്തി പൂർത്തിയാക്കിയില്ല. ഈ കാലയളവ് വരെയായി അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി 2 ആഴ്ചയ്ക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കേരള ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ഹർജിയിൽ അഡ്വക്കേറ്റ് PU വിനോദ് കുമാർ ദേവാങ്കണം, അഡ്വക്കേറ്റ് TM മുഹമ്മദ് മുസ്താഖ് എന്നിവർ ഹാജരായി. ടാറും അതുപോലെ തന്നെ PWD പാലക്കാട് എഞ്ചിനീയർക്ക് കോടതിയിൽ നിന്നും ഒരു ഓർഡർ നൽകി എത്രയും പെട്ടെന്ന് തന്നെ കരാറുകാരന് ടാർ നൽകി റോഡിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിനുള്ള ഒരു ഗതാഗത യോഗ്യമാക്കി റോഡിനെ മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടാറിനുള്ള അനുമതി കൊടുക്കാനും പറഞ്ഞു. അതിനുശേഷവും കരാറുകാരൻ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്തതുകൊണ്ട് കോടതി വ്യക്തമായി തന്നെ മനസ്സിലാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ അവസാനം കഴിഞ്ഞ ദിവസം 23-ാം തീയതി ഈ നാട്ടുകാരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി 2 ആഴ്ചക്കകം ഈ റോഡ് ടാർ ചെയ്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് കരാറുകാരനും അതേപോലെ വാട്ടർ അതോറിറ്റിക്കും PWDക്കും ശക്തമായൊരു ഓർഡർ നൽകിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ സാഹചര്യത്തെ നമുക്ക് വേണ്ടി നേരിട്ടത്. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും പെരിന്തമണ്ണ MES മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പും ചേംബർ ഹൗസിൽ വെച്ച് നടന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ VP സേതു മുഹമ്മദ് നിർവഹിച്ചു. നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കണ്ണു പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും അത് സംഘടിപ്പിക്കുന്ന നമ്മുടെ ചേംബറും അതിലേക്ക് മെഡിക്കൽ ക്യാമ്പുമായി വരുന്ന MES മെഡിക്കൽ കോളേജും ഇത് സംഘടിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. കാരണം ഇതുപോലെ ക്യാമ്പ് സംഘടിപ്പിക്കാനും രോഗികളെ സൗജന്യമായി ചികിത്സിക്കാനും തയ്യാറുള്ള നല്ല സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവരെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി കൊണ്ടുവരാനും നമ്മുടെ ആളുകളെ അതിലെത്തിക്കാനും അവരുടെ തിമിരത്തിന് ശസ്ത്രക്രിയ വേണ്ടവരെ കോയമ്പത്തൂർ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സൗജന്യമായി തന്നെ ഈ ശസ്ത്രക്രിയ നടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേംബർ ഏതെങ്കിലും ഒരു വർഷത്തോ 2 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലാതെ തന്നെ മാസാമാസം സമർപ്പണത്തോടു കൂടി ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരി സമൂഹത്തിന് അവരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ. യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് രക്ഷാധികാരി ഗോപിനാഥ്, MES പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് കോയുണ്ണി,
അലി അക്ബർ, സുബൈർ, ഷൗക്കത്ത് മാക്സ്, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, ഐക്യാം ചെയർമാൻ വിനോദ് പണിക്കർ, കൺവീനർ കരിമുത്തു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനുവരി 2-ന് ചാലിശ്ശേരിയിൽ ആരംഭിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന സരസിലേക്ക് സമൃദ്ധിയോടെ പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കമായി. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിത്തിടൽ മഹോത്സവം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ മങ്ങാരം പാടശേഖരത്തിൽ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കാർഷിക രംഗത്തെ സമൃദ്ധിയിലെത്തിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം രംഗത്തെത്തണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. നമ്മൾ പേപ്പറിൽ കൊടുക്കുക ഏറ്റവും നല്ല സ്കൂളുകൾ ഇന്ന സ്കൂളുകൾ, ഏറ്റവും മോശം വൃത്തിഹീനമായ സ്കൂളുകൾ ഇന്നത്. അത് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ റേറ്റിംഗ് കൊണ്ടുവരാൻ പോവാണ് ഗവൺമെന്റ്. എല്ലാ സ്ഥാപനങ്ങൾക്കും റേറ്റിംഗ് കൊണ്ടുവരാണ്. പൊതുസ്ഥാപനങ്ങൾ, അതുപോലെ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, എല്ലാത്തിനും ശുചിത്വ റേറ്റിംഗ്. ഏറ്റവും മോശം ആരൊക്കെയാണ്, അല്പം ഭേദപ്പെട്ടതേത്, ശരാശരി ഏത്, ഏറ്റവും മെച്ചപ്പെട്ടതേത്. ഗ്രീൻ ലീഫ് റേറ്റിംഗ് ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി പഴയ പരിപാടി നടക്കില്ല എന്നർത്ഥം. ഹോട്ടലുകൾക്കും റേറ്റിംഗ് വരും. അപ്പോൾ മോശം ഹോട്ടൽ ഏതാ എന്ന്, വൃത്തിയില്ലാത്ത ഹോട്ടൽ ഏതാ എന്നുള്ളത് നാട്ടുകാർക്ക് അറിയും. പിന്നെ ആരും ഇവിടെ കയറാത്ത സ്ഥിതി വരും. അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് ശുചിത്വം ഉറപ്പാക്കാൻ പറ്റൂ. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ശുചിത്വ മിഷൻ തുടങ്ങിയിട്ടുള്ള ഏജൻസികൾ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാണ് റേറ്റിംഗ് കൊണ്ടുവരുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തും പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തുമായി 300 ഏക്കറിലാണ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. ദേശീയ സരസ് മേളയ്ക്കെത്തുന്ന ജനങ്ങൾക്ക് നടാൻ വിഷരഹിത പച്ചക്കറി മിതമായ നിരക്ക് ലഭ്യമാക്കും. തൃത്താല മണ്ഡലത്തിലെ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആൽമ 2025-26 പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിച്ച് സംഘടിപ്പിക്കുന്ന കർഷക വിദ്യാലയം പഠനപരിപാടിയുടെ ഉദ്ഘാടനവും പരിപാടിയിൽ മന്ത്രി നിർവഹിച്ചു. മാലിന്യമുക്ത തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള വേസ്റ്റ് ബിൻ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചാലിശ്ശേരി തൃത്താല പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത 17 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ബിന്നുകൾ നൽകുന്നത്. ചടങ്ങിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായി. കില ഡയറക്ടർ N. നിസാമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. നവകേരളം ജില്ലാ കോർഡിനേറ്റർ P. സൈതലവി പദ്ധതി വിശദീകരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ, കൃഷി ഓഫീസർ MS ശ്രീലക്ഷ്മി, ആൽമ പ്രോജക്ട് ഡയറക്ടർ N. ഷീല, കൃഷി അസിസ്റ്റന്റ് PV വിനോബ്, പഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കൃഷിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊപ്പം പഞ്ചായത്തിൽ ശീതകാല പച്ചക്കറി തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശീതകാല പച്ചക്കറി തൈകളുടെ വിതരണം നടത്തിയത്. കേബേജ്, കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള തൈകളുടെ വിതരണമായിരുന്നു നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ ജൈവ പച്ചക്കറി വികസനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും കാബേജ്, കോളിഫ്ലവർ തൈകൾ നൽകുകയാണ്. പഞ്ചായത്തിലാകെ തന്നെ നമ്മളെ ഈ വിഷരഹിത പച്ചക്കറി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പേയും എല്ലാ വർഷവും ധാരാളം പച്ചക്കറി തൈകൾ വിഭവസമൃദ്ധമായി നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വിത്തും വളവും അതുപോലെ തന്നെ തൈകളും ഒക്കെ വിതരണം ചെയ്തു വരികയാണ്. അതിന്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ഈ കാബേജ് അതുപോലെ കോളിഫ്ലവർ ശീതകാല പച്ചക്കറി വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനിയും മറ്റ് പച്ചക്കറി, വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ ഇതെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് 5 വർഷം ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ വളരെ മികച്ച പ്രവർത്തനം നടത്തി എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് 5 വർഷം തികച്ചു പോവുകയാണ്. പഞ്ചായത്തിൽ എല്ലാവർക്കും വീട്, ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭൂമി നൽകുന്ന പരിപാടി, അതുപോലെ തന്നെ സമ്പൂർണ്ണ റോഡ് വികസനം, എല്ലാ വീട്ടിലും കുടിവെള്ളം, മാലിന്യ സംസ്കരണത്തിൽ 100% മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ ശക്തമായ സംവിധാനത്തോടു കൂടി നമ്മുടെ ആ പ്രവർത്തനം, തൊഴിലുറപ്പ് മേഖല, എല്ലാ രീതിയിലും ഗ്രാമപഞ്ചായത്ത് മികച്ച പ്രവർത്തനം നടത്തി. ഇത് ജനങ്ങൾ നല്ല രീതിയിൽ ഭരണപക്ഷ പ്രതിപക്ഷമില്ല എല്ലാവരും ഒറ്റക്കെട്ടായും പൊതുജനങ്ങളുടെ വലിയ പിന്തുണയും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ബീന അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം വത്സല, വേലായുധൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. കൃഷിഭവൻ മുഖാന്തരമാണ്
തൈകൾ നൽകുന്നത്. കോഴിക്കോട് IT കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി തളി ചേറമ്പാലമഠത്തിൽ PN ശ്രീജ. MLA UR പ്രദീപ് ശ്രീജയെ പൊന്നാട അണിയിച്ച് ഫലകം നൽകി ആദരിച്ചു. TCSൽ എഞ്ചിനീയറായ അരുൺ പ്രസാദാണ് ശ്രീജയുടെ ഭർത്താവ്. ആദര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷീരകർഷകർക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന സബ്സിഡി കാലിത്തീറ്റ വിതരണം ചാലിശ്ശേരി ക്ഷീരസംഘത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, വാർഡ് മെമ്പർ VS ശിവാസ് എന്നിവർ സംസാരിച്ചു. സംഘം പ്രസിഡന്റ് PB സുനിൽകുമാർ അധ്യക്ഷനായി. സംഘം സെക്രട്ടറി KS ഷിബിൻ സ്വാഗതവും സംഘം ഭരണസമിതി അംഗം ബാബുരാജ് നന്ദിയും പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.